പരീക്ഷാ പേ ചർച്ചയുടെ 9ാമത് പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പരീക്ഷാ സമയത്തെ സമ്മർദ്ദവും ഉത്കണ്ഠയും എങ്ങനെ മറികടക്കാമെന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി. രണ്ട് വ്യക്തികൾ ഒരേ രീതിയിൽ ചിന്തിക്കുകയോ വളരുകയോ ചെയ്യുന്നില്ലെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് തനതായ പഠന രീതികളിൽ വിശ്വസിക്കാൻ ശ്രീ മോദി വിദ്യാർത്ഥികളെ ഉപദേശിച്ചു. ഓരോ വിദ്യാർത്ഥിക്കും വ്യത്യസ്തമായ ശൈലിയുണ്ടെന്നും സ്വന്തം തയ്യാറെടുപ്പ് രീതികളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അധ്യാപകർ, മാതാപിതാക്കൾ എന്നിവർ നൽകുന്ന നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും അവയെ ആഴത്തിൽ മനസ്സിലാക്കുകയും തുടർന്ന് ഉപയോഗപ്രദമായത് പൊരുത്തപ്പെടുത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓരോ വിദ്യാർത്ഥിയുടെയും പഠന വേഗതയെക്കുറിച്ച് അധ്യാപകർ സംവേദനക്ഷമതയുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഉപദേശിച്ചു. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കണമെന്നും വളരെ അകലെ ആയിരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കർഷകൻ ശ്രദ്ധാപൂർവം മണ്ണ് ഉഴുതുമറിക്കുന്നത് പോലെ പഠനം സ്വാഭാവികമായി വേരൂന്നാൻ അധ്യാപകർ ക്ഷമയോടെ വിദ്യാർത്ഥികളുടെ മനസ്സിനെ പരിപോഷിപ്പിക്കണമെന്ന് പറഞ്ഞു. टीचर का प्रयास रहना चाहिए कि स्टूडेंट की ये स्पीड है, एक कदम ज़्यादा स्पीड मेरी रहेगी, ज़्यादा नहीं. हमारा लक्ष्य ऐसा होना चाहिए जो पहुंच में हो लेकिन पकड़ में ना हो. മാർക്കിനേക്കാൾ കഴിവുകൾ പ്രധാനമാണോ എന്ന് സവാബത്ത് വെങ്കടേഷ് എന്ന വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തുലിതാവസ്ഥ അനിവാര്യമാണെന്ന് അദ്ദേഹം മറുപടി നൽകി. മാർക്കോ കഴിവുകളോ ഒരു വശത്തേക്ക് അമിതമായി ചായ്വ് പുലർത്തുന്നത് അസന്തുലിതാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. അതേസമയം ശരിയായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് സ്ഥിരതയും വളർച്ചയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ये जो मन में रहता है ना, इसका महत्व है कि उसका महत्व है, खाने का महत्व है कि सोने का महत्व है, पढ़ने का महत्व है कि खेलने का महत्व है, उसका एक कॉमन जवाब होता है. हर चीज में संतुलन होना चाहिए. കഴിവുകളെ വിശാലമായി രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം. ജീവിത നൈപുണ്യങ്ങൾ, പ്രൊഫഷണൽ കഴിവുകൾ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം. വിദ്യാർത്ഥികൾ രണ്ടും വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തെറ്റായ തയ്യാറെടുപ്പ് രീതികൾ സ്വീകരിക്കുന്നതിനെതിരെ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി. ഉദാഹരണത്തിന് ഗൈഡുകൾ, ചോദ്യബാങ്കുകൾ എന്നിവയെ മാത്രം ആശ്രയിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല അധ്യാപകർ മുഴുവൻ സിലബസിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കഠിനാധ്വാനം പ്രോത്സാഹിപ്പിക്കുകയും വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന്റെ യഥാർത്ഥ ജീവിത പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുകയും പരീക്ഷാധിഷ്ഠിത പഠനത്തേക്കാൾ സമഗ്രമായ വികസനം ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സമഗ്രമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകിയ പ്രധാനമന്ത്രി ശരീരത്തിന്റെയും മനസ്സിന്റെയും വികസനം ഒരുപോലെ പ്രധാനമാണെന്ന് പറഞ്ഞു. വ്യായാമം, യോഗ, പോഷകസമൃദ്ധമായ ഭക്ഷണക്രമം, മതിയായ വിശ്രമം, മാനസിക ശക്തി എന്നിവ ദൈനംദിന ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു. मेरा सुबह उठने का समय क्या है, सोने का समय क्या है, मैं व्यायाम करता हूँ तो मेरी उम्र के हिसाब से मैं व्यायाम करता हूँ, मुझे नया व्यायाम में सीखता हूँ कि नहीं सीखता हूँ, मैं किसी को मिलने जाता हूँ तो मुझे बातचीत करना कॉन्फिडेंस से आता है कि नहीं आता है. मुझे रेलवे स्टेशन पे गया और मुझे मालूम ही नहीं है भाई टिकट कहाँ से लेना, तो मैं 10 लोगों को पूछता हूँ भाई टिकट कहाँ से लेता हूँ. तो लाइफ स्किल जो है वो हमने आत्मसात करनी ही करनी चाहिए. ജീവിതം പരീക്ഷകളിലും മാർക്കുകളിലും മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. വിദ്യാഭ്യാസം ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു മാധ്യമമാണെന്നും പരീക്ഷകൾ സ്വയം പരിശോധിക്കാനുള്ള ഒരു മാർഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. और इसलिए हम अपने मन को नंबर, मार्क्स उससे जोड़ने के बजाय मेरे जीवन कहाँ पहुंचा और उसके लिए लगातार अपने आप को कसते रहना चाहिए, कसौटी करते रहे खुद की. क्लासरूम में नहीं, एग्जामिनेशन रूम में नहीं, खुद को कसते रहना चाहिए. ആത്യന്തിക ലക്ഷ്യം സ്കോറുകൾ മാത്രമായിരിക്കരുത്, മറിച്ച് ജീവിതത്തിന്റെ സമ്പൂർണ്ണ വികസനമായിരിക്കണമെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. സർഗാത്മകതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അവരുടെ ഹോബികളെ പ്രായോഗിക ഫലങ്ങളാക്കി മാറ്റാനും അവ സ്വതന്ത്രമായി പങ്കിടാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വയം സത്യസന്ധത പുലർത്തുന്നതിൽ നിന്നാണ്
യഥാർത്ഥ ആത്മവിശ്വാസം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പരിപാടി ഉപസംഹരിച്ചത്. പരീക്ഷാ സമ്മർദ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും പരീക്ഷകളെ ഒരു ഉത്സവമായും ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായും ആഘോഷിക്കാനുമാണ് പരീക്ഷാ പേ ചർച്ച പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ വർഷം കോയമ്പത്തൂർ, ദേവ്മോഗ്ര, റായ്പൂർ, ഗുവാഹത്തി എന്നിവിടങ്ങളിലും ഡൽഹിയിലെ 7 ലോക കല്യാൺ മാർഗിലും എക്സാം വാരിയേഴ്സുമായി സംവേദനാത്മക സെഷനുകൾ നടന്നു. മൈഗവ് പോർട്ടൽ വഴി 4,50,00,000-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു.